ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്ന്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. 1961-ലാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഓപ്ഷൻ ബി അഥവാ രംഗനാഥ മിശ്ര, അദ്ദേഹമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ, ആദ്യത്തെ ചെയർമാൻ. അടുത്ത ചോദ്യം: ദേശീയ തൊഴിലുറപ്പു നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പു നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? അപ്പം അത് ഏത് വർഷമായിരുന്നു? അതിൽ 2005, ഓപ്ഷൻ എ ആണ് കേട്ടോ. 2005-ലാണ് ദേശീയ തൊഴിലുറപ്പു നിയമം പാർലമെന്റ് പാസാക്കിയത്. അടുത്ത ചോദ്യം: ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല, ചൈൽഡ് ലേബർ നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഏതിലാണ്? 24-ാം അനുച്ഛേദത്തിലാണ്. 24-ാം അനുച്ഛേദം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി അതാരാണ്? ഇതിൽ ഓപ്ഷൻ സി ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട വർഷം ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം ഏതാണ്? 1966-ലാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രീ ആമ്പിൾ അത് തയ്യാറാക്കിയത് ആരാണ്? ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ 5 അംഗങ്ങളാണ് ഒഫീഷ്യലായിട്ടുള്ള അംഗങ്ങളുള്ളത്. അതിൽ ചെയർമാനെ കൂടാതെ, അധ്യക്ഷനെ കൂടാതെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, അതായത് 4 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ 4 അംഗങ്ങളാണ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട പൊതു പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം അതാണ് ജനഹിത പരിശോധന. ഇതിൽ ഓപ്ഷൻ ബി ആണ് ജനഹിത പരിശോധന. അടുത്ത ചോദ്യം: ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുച്ഛേദം ഏതാണ് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം വരുന്നത്? ഇവിടെ ആർട്ടിക്കിൾ 330 ആണ് ഇവിടെ ആൻസർ. 330. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? നമുക്കറിയാം 3 ലിസ്റ്റുകളുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് ഈ കാര്യത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ വാർത്താവിനിമയമാണ്. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. വാർത്താവിനിമയം. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? വാർത്താവിനിമയം എന്ന് പറയുമ്പോൾ ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് വരുന്നത്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? ഏതിലാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ 42ാമത്തെ ഭേദഗതിയിലാണ്. 42ാമത്തെ ഭേദഗതി 1976-ലാണ് നിലവിൽ വന്നത്. ഈ 4+2 6, അങ്ങനെ 1976. ഇതുപോലെ തന്നെ നമുക്ക് വേറെ 44th അമെൻമെന്റ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ 1978-ലാണ്. 4 8 അങ്ങനെ ഓർത്തു വെക്കാറുണ്ട്. അടുത്തത്: അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം. അപ്പോൾ ഈ ഒരു ചോദ്യം വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അല്ലേ? 1964 അഴിമതി തടയുന്നതിന് തുടങ്ങിയ സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ 12-ാം തീയതി നടന്ന എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് ഏതാണ്? 1964-ലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ് അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം കൊണ്ടത്.
ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം അത് നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഇതിലേതാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ അഥവാ രാഷ്ട്ര മഹിള അതാണ് പ്രസിദ്ധീകരണം. ഓപ്ഷൻസ് ഞാൻ നേരത്തെ വായിച്ചിരുന്നു. അപ്പം ചില വ്യൂവേഴ്സ് കമൻറ്റ് ചെയ്തിരുന്നു അതിൽ ഓപ്ഷൻസ് വായിക്കേണ്ട, പിന്നെ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് ഓപ്ഷൻസ് കാണിച്ചു തന്നിട്ട് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോകുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികളൊക്കെ തയ്യാറാക്കുന്ന കൂടിയാലോചന തീരുമാനിക്കുന്നത് അതിന്റെ ഗ്രാമസഭയിലാണ്. ഓപ്ഷൻ ബി ഗ്രാമസഭയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി കൻവർ സിംഗ് ആണ് ആൻസർ. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ത്രിതല പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്ത് വെച്ചാൽ 3 തലം അല്ലേ? അതില് ഗ്രാമപഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്തുണ്ട്. അതിൽ ഈ താലൂക്ക് എന്ന് പറയുന്നത് ഇല്ല. അപ്പൊ ഇവിടെ ഇതിൽ പെടാത്തത് താലൂക്കാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? അതേതാണ്? വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ, നാഷണൽ വിമൻ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ എന്ന് പറയുന്നത് ശ്രീമതി ജയന്തി പട്നായിക് ആണ്. ജയന്തി പട്നായിക്. ഇപ്പോഴത്തേത് ആരാന്ന് വെച്ചാൽ ശ്രീമതി രേഖ ശർമ്മ ആണ്. അടുത്തത്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. 35 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? നവംബർ 26 എന്ന് പറയുന്നത് ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം, ലോ ഡേ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇത് കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, മിൽക്ക് ഡേയും കൂടിയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയും എന്നാണ്? നവംബർ 26-നാണ്. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേര്? രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേര് വീർഭൂമിയാണ്. വീർഭൂമി. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്നാണ്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1942-ലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത് എന്നല്ല, ഇപ്പോൾ അതില്ല, അത് നൽകിയിരുന്നത്? അതേതായിരുന്നു? ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 555ഓളം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി അതേതാണ്? VP മേനോൻ പദ്ധതിയാണ്. VP മേനോൻ പദ്ധതി. അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി വികേന്ദ്രീകരണ ആസൂത്രണത്തിന് നേതൃത്വം നൽകുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനമായ പഞ്ചായത്തി രാജ് സംവിധാനം അതിന് തുടക്കമിട്ടതാരാണ്? അത് രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുടക്കമിട്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ ഏതു വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 330 മുതൽ 342 വരെയുള്ള വകുപ്പുകളാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി? അതായത് 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ചത് ഏത് ഭേദഗതിയാണ്? 61.
ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പ്രചോദനമായ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെയാണ്? നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അത് ഉൾപ്പെടുത്തുന്നതിന് പ്രചോദനമായത് അയർലൻഡിന്റെ ഭരണഘടനയാണ്. സ്ത്രീ സുരക്ഷാ നിയമ പരിഷ്കരണത്തിനായി 2012 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. സ്ത്രീ സുരക്ഷാ നിയമ പരിഷ്കരണം അതിനു വേണ്ടിയിട്ട് 2012 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയാണ്. തൊട്ടുകൂടായ്മ വിരുദ്ധവും ശിക്ഷാർഹവുമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? 17ാം വകുപ്പ് അനുസരിച്ചാണ് തൊട്ടുകൂടായ്മ നിയമവിരുദ്ധം ലീഗലാക്കിയത്, ശിക്ഷാർഹമാക്കിയത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏത് ആർട്ടിക്കിൾ പാസ്സാക്കിയപ്പോഴാണ് മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞ് അങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസ്സാക്കിയത് ഏത് വകുപ്പാണെന്ന് ചോദിച്ചിരുന്നു. അതും 17ാം വകുപ്പ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഈ തട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്തം, അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. താഴെ പറയുന്നവയിൽ മൗലിക അവകാശമല്ലാത്തത് ഏത്? ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ സമത്വം, മതസ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെ വോട്ടവകാശം. ഇതിൽ വോട്ടവകാശം മാത്രമാണ് മൗലിക അവകാശം അല്ലാത്തത്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ഏത്? അതാണ് നേരത്തെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിലാണ്? നമുക്കറിയാം ആൻഡമാൻ നിക്കോബാറിലാണ്. അതിൽ ഏത് ദ്വീപിലാണ്? നാർക്കോണ്ടം ദ്വീപിലാണ്. നാർക്കോണ്ടം ദ്വീപ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെ? സ്വാതന്ത്ര്യ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെയാണ്? സെല്ലുലാർ ജയിലിലാണ്. ആൻഡമാനില് സെല്ലുലാർ ജയിലിലാണ് സ്വാതന്ത്ര്യ ജ്യോതി തെളിയിച്ചിരിക്കുന്നത്. നദികളില്ലാത്ത ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? നദികൾ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശം അതേതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് നദികളില്ലാത്ത ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കവരത്തിയാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ആണ് അല്ലെ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ആണ്. അപ്പൊ ഈ ബാരൻ അഗ്നിപർവ്വതത്തെ പറ്റി തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ് അല്ലെ. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. ഇനി ലക്ഷദ്വീപിൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ മലയാളം, അറബി, തമിഴ്, ഹിന്ദി ഇതാണ് കൊടുത്തിട്ടുള്ളത്. ലക്ഷദ്വീപിൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? മലയാളം. മാഹി ഏത് രാജ്യത്തിന്റെ കോളനി ആയിരുന്നു? മാഹി എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ കോളനി ആയിരുന്നു? മാഹി അത് ഫ്രാൻസ് അല്ലെ. ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു മാഹി. താഴെ പറയുന്നവയിൽ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം അതേതാണ്? ദാമൻ ആണ് കേട്ടോ. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ലക്ഷദ്വീപിലാണ്. ഇതെല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി കുറച്ച് മാറിപ്പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുകയാണ്. ഇപ്പൊ ലോട്ടസ് മഹൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോട്ടസ് മഹൽ എവിടെയാണ്? ഹംപി അഥവാ കർണാടകയിലാണ്. ഹംപി എവിടെയാണ്? കർണാടകയിലാണ്. ഇനി ലോട്ടസ് ടെമ്പിൾ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പൊ ലോട്ടസ് മഹൽ ഉള്ളത് ഹംപിയിലാണ്. ലോട്ടസ് ടെമ്പിൾ ഉള്ളത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം
ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം അഥവാ ഹെഡ് ഓഫീസ് അല്ലെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. പക്ഷേ ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യത്തെ ബ്രാഞ്ച്, അത് ആദ്യത്തെ ശാഖ സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ്. അത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്യാം. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതെവിടെയാണ്? മുംബൈ ആണ് അല്ലെ. അപ്പോൾ ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹി, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ. അത് രണ്ടും പലർക്കും മാറിപ്പോവാറുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പുതുച്ചേരിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം മാഹിയാണ് കേട്ടോ. പുതുച്ചേരിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം മാഹി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി. പരിസ്ഥിതി കമാൻഡോസ് എന്നുകൂടി അറിയപ്പെടുന്ന സംഘടന ഏതാണ്? പരിസ്ഥിതി കമാൻഡോസ് എന്നുകൂടി അറിയപ്പെടുന്ന സംഘടന ഏതാണ്? ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ്. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ വിഭവത്തിൽ പെടാത്തത് ഏതാണ്? പാരമ്പര്യേതര ഊർജ വിഭവത്തിൽ പെടാത്തത്. അപ്പൊ ഇവിടെ കാണാം സൗരോർജം, കാറ്റ്, തിരമാല ഇതെല്ലാം റിന്യൂവബിൾ ആണ് അല്ലെ, പാരമ്പര്യേതര ഊർജ വിഭവങ്ങളാണ്. ഇനി പ്രകൃതി വാതകമാണ് ഇതിൽ ആൻസർ വരുന്നത്. പ്രകൃതി വാതകം. ഓക്കെ, പൂർവതീര സമതലത്തിന്റെ തെക്കുഭാഗം ഡാഷ് എന്നറിയപ്പെടുന്നു. പൂർവതീര സമതലത്തിന്റെ തെക്കുഭാഗം, അതായത് പൂർവതീര സമതലത്തിന്റെ തെക്കുഭാഗം കോറമാണ്ടൽ തീരം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇതിന്റെ ആൻസർ പ്രകൃതി വാതകമാണ്. ചെറിയൊരു എറർ അവിടെ വന്നു. പൂർവതീര സമതലത്തിന്റെ തെക്കുഭാഗം ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തെന്നാണ് അറിയപ്പെടുന്നത്? കോറമാണ്ടൽ തീരം എന്ന് അറിയപ്പെടുന്നു. ഈ അന്തരീക്ഷ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെയാണ്? ഈ അന്തരീക്ഷ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏതിനെയാണ്? ഈ ഓപ്ഷൻ കൊടുത്തിട്ടിരിക്കുന്നതിൽ മൺസൂൺ കാറ്റുകളെയാണ് കേട്ടോ. മൺസൂൺ കാറ്റുകളെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ ധാതു വിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? ധാതു വിഭവങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയാണ് കറക്റ്റ് ആൻസർ. ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ ധാതു വിഭവങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് അതേതാണ്? ചിനൂക്കാണ്. ചിനൂക്ക്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ഏതാണ്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ജൂലൈ 4 ആണ്. ജൂലൈ 4. ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം ജനുവരി 3, 4 ആ ഒരു സമയത്താണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ്? ലോകത്തിന്റെ മേൽക്കൂര എന്താണ്? പാമീർ ആണ് ലോകത്തിന്റെ മേൽക്കൂര. ഇന്ത്യയിൽ പൂർവതീര സമതലത്തിന്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത്. ഈ ചോദ്യം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഇന്ത്യയിൽ പൂർവതീര സമതലത്തിന്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത് കോറമാണ്ടൽ തീരം എന്നാണ്. കോറമാണ്ടൽ തീരം. സുന്ദർലാൽ ബഹുഗുണ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സുന്ദർലാൽ ബഹുഗുണ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ളത് ഏത് രാജ്യവുമായിട്ടാണ്? ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ളത് ബംഗ്ലാദേശുമായിട്ടാണ്. ബംഗ്ലാദേശ്. ഡൂണുകൾ എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര എവിടെയാണ്? ഡൂണുകൾ നമുക്കറിയാം ഡെറാഡൂൺ അല്ലേ. ഡെറാഡൂൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഡൂണാണ്. അത് വിസ്തൃതമായ താഴ്വരകളാണ്. അത് ഹിമാലയത്തില് സിവാലിക്കിലാണിത് കാണപ്പെടുന്നത്. സിവാലിക്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഇവിടെ ഹിമാലയ പർവ്വതം, ഗംഗാ സമതലം, ഡെക്കാൻ പീഠഭൂമി, ആൻഡമാൻ നിക്കോബാർ കൊടുത്തിട്ടുണ്ട്. അതിലെ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്.
ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ സ്ഥാനം ഏതാണ്? 8°4 മുതൽ 37°6 അത്രയും നോർത്ത് അല്ലേ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ സ്ഥാനമാണ് 8°4 37°6 അത്രയും എന്താണ് വടക്ക്. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന മഴയാണ്, അതിന്റെ പേര് കാൽ ബൈശാഖി എന്നാണ്. എന്താണ് കാൽ ബൈശാഖി? നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മേധാ പട്കർ. മേധാ പട്കർ ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പടിഞ്ഞാറൻ തീര സമതലത്തിൽ കേട്ടോ. അപ്പൊ പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉൾപ്പെടാത്തതാണ് ആദ്യം പറഞ്ഞത്. ആദ്യം നമ്മൾ പൂർവ്വതീരം ചോദിച്ചിരുന്നു അല്ലെ. ഇതിൽ ഗുജറാത്ത്, മലബാർ, കൊങ്കൺ ഇതൊക്കെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പൊ അതിൽ പെടാത്തത് പൂർവ്വതീരത്തുള്ള കിഴക്കു ഭാഗത്തുള്ള കോറമാൻഡൽ തീരമാണ്. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? മൗണ്ട് അബു. മൗണ്ട് അബു ഏത് നിരയിലാണ്? ഏത് പർവ്വത നിരയിലാണ്? ആരവല്ലി പർവ്വത നിരയിലാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ഏതാണ്? ചിപ്കോ. ചിപ്കോ പ്രസ്ഥാനമാണ് കേട്ടോ. ചിപ്കോ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇതുപോലുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക കേട്ടോ. അതുപോലെ പല പ്രസ്ഥാനങ്ങളും ഉണ്ട്. ഉത്തരായന രേഖ കടന്നു പോവാത്ത ഇന്ത്യൻ സംസ്ഥാനം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ഒറീസ, ഛത്തീസ്ഗഡ് എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്തത് ഒറീസയാണ് കേട്ടോ. ഒറീസ. ഇന്ത്യ പാക് അതിർത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ പാക് അതിർത്തി റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ പറയുന്ന ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82°30' കിഴക്കാണ്. ഓക്കെ, ഇതാണ് കിഴക്കാണ് കേട്ടോ രേഖാംശം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. അതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. 3214 കിലോമീറ്റർ. അവസാനത്തെ ചോദ്യം ഇതാണ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ലഡാക്ക്. ജീവശാസ്ത്രം മുൻകാല ചോദ്യങ്ങൾ. ജീവശാസ്ത്രത്തെ പറ്റി ചോദിച്ചിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേത്, ശ്വസനവാതകങ്ങളുടെ സംവഹനം സഹായിക്കുന്ന രക്തത്തിലെ ഘടകം. ശ്വസനവാതകങ്ങളുടെ സംവഹനം സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ശ്വസനവാതകങ്ങളുടെ സംവഹനമൊക്കെ സഹായിക്കുന്നത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBC. RBC എന്ന് വെച്ചാൽ എന്താണ്? റെഡ് ബ്ലഡ് സെൽ എന്നാണ്. റെഡ് ബ്ലഡ് സെൽ. ഓക്കെ, ഈ ചുവന്ന രക്താണുക്കൾക്ക് എന്തെന്നും പറയും? അരുണ രക്താണുക്കൾ എന്നും പറയുന്നു. അരുണ രക്താണുക്കൾ. ഓക്കെ, അപ്പൊ ശ്വസനവാതകങ്ങളുടെ ആ സംവഹനത്തിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ചുവന്ന രക്താണുക്കൾ. അടുത്തത്, മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. HIV വൈറസ് എന്നറിയാം. HIV എന്താണ് ഫുൾ ഫോം ആണെന്ത്? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. അടുത്ത ചോദ്യം, ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? അത് ഫിറോമോണാണ്. ഫിറോമോൺസ് ആണ് ജീവികൾക്ക് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, BT വഴുതനയിലെ BT എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? BT വഴുതനയിലെ BT എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? അത് ബേസിലസ് ട്യൂറിൻ ജിയൻസിസ്. ബേസിലസ് ട്യൂറിൻ ജിയൻസിസ് എന്നത് ഒറ്റ വാക്കാട്ടോ, ജിയൻസിസ്. അടുത്ത ചോദ്യം,
എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. ബാക്ടീരിയയാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്. എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സർബതി സൊണോറ. സർബതി സൊണോറ. അടുത്ത ചോദ്യം, ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യമേത്? ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യമേത്? ഏതാണ്? യൂക്കാലിപ്റ്റസ്. യൂക്കാലിപ്റ്റസ് ആണ് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം. അടുത്ത ചോദ്യം, കാർഷിക മേഖലയിലെ നീല വിപ്ലവം എന്ത് ഉൽപാദനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? എന്തിന്റെ ഉൽപാദനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് കാർഷിക മേഖലയിലെ നീല വിപ്ലവം അല്ലെങ്കിൽ ബ്ലൂ റവല്യൂഷൻ? എന്താണ്? മീൻ അല്ലെങ്കിൽ മത്സ്യ ഉൽപാദനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? നീല വിപ്ലവം. ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. ഹരിത സസ്യങ്ങൾ. അടുത്തത്, പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് സാബിൻ. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് സാബിൻ. അടുത്ത ചോദ്യം, ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ഇതിലൂടെയാണ്? രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിൽ കൂടിയുമാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്. അടുത്ത ചോദ്യം, വിറ്റാമിൻ സി എന്നറിയപ്പെടുന്നത് എന്താണ്? വിറ്റാമിൻ സി എന്നറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ്. അപ്പൊ ഇത് നേരെ തിരിച്ചും ചോദിക്കാം. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ്? അപ്പൊ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അടുത്ത ചോദ്യം, ഉറക്കത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. അപ്പൊ ശാസ്ത്രശാഖകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉറക്കത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഹിപ്പനോളജി. ഓക്കെ, എന്താണ്? ഹൈപ്പനോളജി എന്നാണ് കേട്ടോ, സോറി, ഹൈപ്പനോളജി എന്നാണ്. ഹൈപ്പനോളജി. ഞാനിത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലത് ശരിയാവില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി പോകുന്നതാണ് കേട്ടോ. ഹൈപ്പനോളജി. ഓക്കെ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. അടുത്തത്, പ്രകാശത്തിന് അനുസരിച്ച് സസ്യങ്ങൾ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ. പ്രകാശത്തിന് അനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ ആണ്. വർണ്ണക പ്രോട്ടീൻ ഏതാണ്? ഫൈറ്റോക്രോം. ഫൈറ്റോക്രോം ആണ് പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങൾ പ്രതികരിക്കുന്നതിന് സഹായിക്കുന്ന വർണ്ണകം. അടുത്ത ചോദ്യം, മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? യൂറിൻ അല്ലെങ്കിൽ മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാവുന്നതിന് കാരണം യൂറോക്രോം ആണ്. ഈ ക്രോം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കളർ. അപ്പൊ യൂറോക്രോം ആണ് മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാക്കുന്നത്. അടുത്തത്, പിസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിസികൾച്ചർ എന്ന് പറയുന്നത് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മത്സ്യകൃഷി. ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്രയാണ്? ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 ലിറ്റർ ആണ്. 5 ലിറ്റർ. അടുത്ത ചോദ്യം, ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി? ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുന്നത് ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ്? അത് ഏത് രോഗത്തിന്റെയാണ്? ഭ്രാന്തി പശുരോഗം. ഭ്രാന്തി പശുരോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണത്. മാരികൾച്ചർ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ഇങ്ങനെയാണ് വരിക. മാരി എന്ന് പറഞ്ഞാൽ മറൈൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, നമുക്ക് അങ്ങനെ പറയാം. മറൈൻ. ഓക്കെ, മാരികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രൈമേറ്റുകളിൽ ഏറ്റവും ഭാരം കൂടിയത് ഏതിനാണ്? പ്രൈമേറ്റുകളിൽ ഏറ്റവും ഭാരം കൂടിയത് ഏതിനാണ്? ഗോറില്ലയ്ക്കാണ്. അടുത്തത്, സിൽവർ ഫിഷ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഷഡ്പദം. സിൽവർ ഫിഷ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഷഡ്പദത്തിൽ പെടുന്നു. ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏത്?
ചിലന്തിയാണ് ബ്ലാക്ക് വിഡോ എന്ന് അറിയപ്പെടുന്നത്. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആര്? സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷിയൊക്കെ ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് JC ബോസ്. അടുത്ത ചോദ്യം, ചുവന്ന ചീരയ്ക്ക് ആ നിറം ലഭിക്കുന്നതിന് കാരണമായ പദാർത്ഥം ഏതാണ്? ചുവന്ന ചീരയ്ക്ക് ആ നിറം ലഭിക്കുന്നതിന് കാരണമായത് ആന്തോസയാനിൻ ആണ്. ആന്തോസയാനിൻ. So thank you so much for watching this video.